അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ഹൊയ് അമക്കറുമ്പനെന്ന് നെഞ്ചത്ത് വെക്കില്ല ചെല്ലവുമായി. ആഹാ അമക്കറുമ്പൻ. അല്ലിതാര് ബഡ്ജറ്റ് സ്റ്റാർ അല്ലയോ? എങ്ങോട്ട് പോകുന്നു? ഞാനൊന്ന് തലവലിക്കാൻ കഴക്കൂട്ടം വരെ പോകുക. വരുന്നോ? ബഡ്ജറ്റ് സ്റ്റാറാ? ഇത് ആമയല്ലേ? ആമയൊക്കെ പണ്ട്. അണ്ണ ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ലേ? കേന്ദ്ര ബജറ്റിന് ശേഷം ഇപ്പൊ ഇത് ബഡ്ജറ്റ് സ്റ്റാർ ആണ്. ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് എപ്പോ എത്താനാണ്? ഓ പിന്നെ ഞാൻ ഇരഞ്ഞാണയിലും എത്തും. ഇതുവരെ എത്താത്ത പലതുമില്ല ഇവിടെ. അതാരാ? എന്താ? 2 പതിറ്റാണ്ടായി കോവളം കോട്ടപ്പുറം ജലപാത ഇഴയുന്നു. ആ പദ്ധതിയേക്കാൾ വേഗതയുണ്ട് കുഞ്ഞെ എനിക്ക്. അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ. നിന്നെക്കാളിലും പതി ഇഴഞ്ഞു നിൽക്കുന്ന സർക്കാർ പദ്ധതിയോ? എന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഞാൻ ഇരഞ്ഞാണയിലും എത്തും. ഇതുവരെ എത്താത്ത പലതുമില്ല ഇവിടെ. ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് ഈ പദ്ധതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തും? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പാർവതി പുത്തനാറിൻ്റെ ശുചീകരണം എന്ന പേരിൽ ഒരു 6 മാസം കൂടുമ്പോഴത്തേക്ക് പലവിധ നാടകങ്ങളാണ് ഈ പാർവതി പുത്തനാറിൻ്റെ 2 കരകളിലും താമസിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴത്തേക്ക് ഒരു ടഗ്ഗിൽ ഒരു ഹിറ്റാച്ചി കെട്ടിവെച്ചുകൊണ്ട് ഇവിടെ വന്ന് കുറച്ച് പായലും കുറച്ച് ചെളിയും കോരി ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് തള്ളും. അത് അടുത്ത ഇനി മഴക്കാലം വരുമ്പോഴത്തേക്ക് അത് വീണ്ടും ഒലിച്ചിറങ്ങി വീണ്ടും ഈ പാർവതി പുത്തനാറിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ ആഴം കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ ഇരുവശങ്ങളിലുമുള്ള കൈവരികൾ കെട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊളിഞ്ഞ് പല സ്ഥലങ്ങളിലും പണ്ട് നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ ഭിത്തികൾ തകർന്ന് ഈ വെള്ളത്തിനടിയിൽ തന്നെയാണ് കിടക്കുന്നത്. അതൊന്നും കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഇരുവശങ്ങളും പുല്ല് പിടിച്ച് കാട് കയറി കിടക്കുകയാണ്. തെക്ക് കോവളം മുതൽ വടക്ക് നീലേശ്വരം വരെ നീണ്ടുകിടക്കുന്ന 590 കിലോമീറ്ററിലാണ് പദ്ധതി. ഗതാഗതം, ടൂറിസം, ചരക്ക് നീക്കം, സാമ്പത്തിക വളർച്ച എന്നതെല്ലാമാണ് ഉൾനാടൻ ജല ഇടനാഴിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. പദ്ധതി ലക്ഷ്യം തൊട്ടില്ലെങ്കിലും ഉദ്ഘാടനം വീണ്ടും വരുന്നുണ്ട്. ഈ ദേശീയ ജലഗതാഗത പാത പ്രത്യേകിച്ചും കോവളം മുതൽ കൊല്ലം വരെ വരുന്ന ഭാഗം ഏതാണ്ട് പണി പൂർത്തിയായി വരികയാണ്. അതിന് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? അടുത്ത മാസം ആ ഭാഗം പൂർത്തീകരിച്ച് നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തെ ആക്കുളം മുതൽ തൃശ്ശൂരിലെ ചേറ്റുവ വരെയുള്ള 225 കിലോമീറ്റർ ഭാഗം കമ്മീഷൻ ചെയ്യാനാണ് നീക്കം. എന്നാൽ കായലുകളിൽ പായൽ നീക്കം കാര്യക്ഷമമല്ല. പലയിടത്തും ആവശ്യത്തിന് താഴ്ചയില്ല. വർക്കലയിലെ ചില ഭാഗങ്ങൾ മണ്ണ് മൂടിക്കിടക്കുന്നു. അങ്ങനെ സർക്കാരിന്റെ പണം നഷ്ടപ്പെട്ടതൊഴിച്ചാൽ ഇപ്പോഴും വെള്ളത്തിൽ വരച്ച വരയാണ് ദേശീയ ജലപാത വികസനം. യഥാർത്ഥത്തിൽ ആമയുടെ വേഗത്തിലല്ല, ഒച്ചിന്റെ വേഗത്തിലാണ് ഈ പദ്ധതി ഇഴയുന്നത് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.